എങ്ങനെയാണ് ഈ ദിവസം അവസാനമാകുമ്പോൾ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന അതേ പ്രതീക്ഷയിൽ, ശുഭപ്രതീക്ഷയിലാണ്. കാരണം പോളിംഗ് ശതമാനം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രതീക്ഷ ഒന്നുകൂടി വർദ്ധിക്കുക. ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കൂടി. UDF ഒരു മേൽക്കായ്മ ഉണ്ടായിരുന്ന പ്രായരി പോലെയുള്ള പഞ്ചായത്തുകളിൽ പോളിംഗ് കുറഞ്ഞു. അത് ഞങ്ങൾക്കിവിടെ പ്രതീക്ഷ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. എത്ര വോട്ടുകൾ എന്നാണ് വിചാരിക്കുന്നത്? കണക്കെന്താണ് മനസ്സിലുള്ളത്? അത് കറക്റ്റ് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ഞങ്ങളുടെ പ്രവർത്തകർ ഇന്ന് രാത്രിയോട് കണക്ക് തരുന്ന സമയത്ത് എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കാൻ കഴിയുന്നു. വോട്ടിംഗ് പെർസെന്റ് കാണുമ്പോൾ കണക്കറിയാവുന്ന ഒരാൾ ശ്രീകൃഷ്ണകുമാർ ആണെന്ന് ഞാൻ കേട്ടു. അതെ, ഒരു മോശമല്ലാത്ത മാർജിനിൽ ജയിക്കുന്നുള്ളതാണ്. തികഞ്ഞ ആത്മവിശ്വാസമാണ്. അതെ, ഈ ഞങ്ങളുടെ ഈ കോട്ടയിലാണ് വിള്ളലുണ്ടായി എന്നുള്ള വലിയ പ്രചരണം നടത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ബൂത്തുകളാണിത്. ഈ അസംബ്ലി മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് പെർസെൻറ്റേജ് ഉള്ള ബൂത്തുകളിലാണ്. ഞാനിപ്പോൾ മാധ്യമങ്ങളോടും എല്ലാം നന്ദി പറയുന്നത്. കാരണം തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അവസാനത്തെ പ്രവർത്തകനും വലിയ വാശിയോടുകൂടി പ്രായമായിട്ടുള്ള ആളുകൾ പോലും സ്ക്വാഡ് പ്രവർത്തനവും എല്ലാം ആയിട്ട് രംഗത്തിറങ്ങി. മഹിളകളടക്കം, അമ്മമാരടക്കം വലിയ പ്രചരണമായിട്ട് ഇറങ്ങി. അത് ഞങ്ങൾക്ക് വലിയ അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു.